ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി സബ്സ്ക്രൈബർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമ്മുടെ ഷീഷേൻ്റെ മാമയുടെ മോളാണ്, ചിപ്പു എന്നാണ് വിളിക്കുക. ആൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ബ്രേസ്ലെറ്റും ഹെയർ ബാൻഡൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. ആ കുട്ടിക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റോൺ ചെയിനും B7000 ഗ്ലൂ, അതുപോലത്തെ 2 സാറ്റിൻ കവർ ചെയ്ത ബോ. ഇതൊരു ആരി ത്രെഡാണ്. ഇത് ഞാൻ രണ്ടാമതൊരു ഹെയർ ബാൻഡും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ചെയ്യുന്നതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹെയർ ബോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതവിടെ ഒരു പിങ്ക് കളർ സാറ്റിൻ കവർ ചെയ്ത ബോ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഗ്ലൂ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഗ്ലൂ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അറ്റത്തൊന്നും കൊടുക്കരുത്. കാരണം ചെവിയിൽ വെക്കുമ്പോൾ ചെവിയുടെ സൈഡിൽ ഇത് കൊണ്ടുകഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വയ്ക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെവിയുടെ ഒരു മുകൾ ഭാഗത്ത് നോക്കിയിട്ട് നമ്മൾ ഹെയർ ബോ വെച്ച് നോക്കുക. അപ്പോൾ എന്നിട്ടൊന്ന് അവിടെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റോൺ ചെയിനൊക്കെ നമുക്ക് സ്റ്റേഷനറി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ സാറ്റിൻ കവർ ചെയ്തതും കിട്ടും. ഇനി സാറ്റിൻ കവർ ചെയ്ത ബോ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മെറ്റൽ ബോ വാങ്ങിച്ചിട്ട് അതുമേ റിബൺ, സാറ്റിൻ്റെ റിബൺ 1/2 ഇഞ്ചിൻ്റെ റിബൺ വാങ്ങിച്ച് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഈ സാറ്റിൻ കവർ ചെയ്യാൻ അറിയാത്ത മക്കളുണ്ടെങ്കിൽ ഞാൻ സാറ്റിൻ കവർ ചെയ്യുന്ന ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ ചുറ്റിയെടുക്കണമെന്ന് അറിയാൻ പറ്റും കേട്ടോ. എളുപ്പമാണ് ചുറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ റിബണൊക്കെ വാങ്ങിച്ച് നമുക്ക് അങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ ക്രിസ്മസിനൊക്കെ ഇതുപോലെ റെഡിൻ്റെ റിബൺ വാങ്ങിച്ച് മെറ്റൽ ബോയിലൊന്ന് ചുറ്റി കൊടുത്തിട്ട് വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്ത ലെയറും കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഗ്ലൂ കൊടുത്തിട്ട് ഒരു ലെയറും കൂടി ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുക. 2 സൈഡിൽ നിന്ന് അതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ 2 അറ്റവും ഒരേപോലെ ആക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കത്രികയൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പറ്റില്ലെങ്കിൽ നിങ്ങൾ അമ്മമാരോടൊക്കെ പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും. ഇത് കുട്ടികൾ മാത്രം ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വർക്കുകളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ വന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടി മക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയ മക്കളൊക്കെ ഇതുപോലെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബോ ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യാൻ എപ്പോഴും ഒരു ദിവസം അങ്ങനെ വച്ചതിന് ശേഷം യൂസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്ലൂ ഒക്കെ വിട്ടുപോകും. നമുക്കൊന്ന് ഉണങ്ങാനുള്ളൊരു സമയം കൊടുക്കണം. അപ്പോൾ ഒരു ദിവസം നമ്മളതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കുക. എങ്കിലാണ് നമുക്കത് പെട്ടെന്നൊന്നും വിട്ടുപോകാതിരിക്കുള്ളൂ. നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ഹെയർ ബോ ചെയ്യാം. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ സെൻറ്ററിലല്ല ചെയ്യുന്നത്, സൈഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അതും സെയിം നമുക്ക് ഗ്ലൂ ഒന്ന് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടോ. എൻ്റെ ഗാലറി ഫുള്ളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് ഓൺ ആയിട്ടുണ്ടായില്ല. കുറച്ച് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നത് ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞു തരാം. പിന്നെ എല്ലാം ഇരുന്ന് ക്ലിയർ ചെയ്യണം. ഗാലറിയൊക്കെ ഫുള്ളായിട്ട് വീഡിയോസ്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് സെയിം അതേ രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു ലെയർ ഒട്ടിക്കാനേ പാടുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ആരി ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എംബ്രോയിഡറി ത്രെഡിലും വെച്ച് ചെയ്യാൻ പറ്റും. എംബ്രോയിഡറി ത്രെഡ് ഫുള്ളായിട്ട് എടുക്കരുത്. അതിൽ നിന്നൊരു 3 ലെയർ അല്ലെങ്കിൽ 2 ലെയർ അത്ര എടുക്കാവൂ. അത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നൊരു 2 ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഗ്ലൂ ഒന്ന് അതുമേ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക ലെയർമേ. അപ്പോൾ അത് പിരിഞ്ഞു പോവില്ല, ഒറ്റ ലെയറിൽ നിൽക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ബാക്കിലായിട്ട് കുറച്ചൊരു ഗ്ലൂ കൊടുക്കുക. അതിന് ശേഷം 2 സ്റ്റോണിൻ്റെ ഇടയിലൂടെ നമ്മുടെ ആരി ത്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തുമ്പ് ഏറ്റവും അടിയിൽ വരുന്ന രീതിയിൽ വെക്കണം. ഇതുപോലെ അടിയിൽ വരണം തുമ്പ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കും. ഇനി നമ്മളിതാ ആ ഒരു ലെയർ ഒരു 3 ലെയറായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റോണിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരു 3-4 ലെയർ ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ അടുത്ത ലെയറിലൂടെയും ചുറ്റിയെടുക്കണം. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, ബാക്ക് ഇതുപോലെ കിട്ടും നമുക്ക്. ഇനി സെയിം 3ാമത്തെ ലെയർ നമ്മൾ ചുറ്റി കഴിയുമ്പോൾ പിന്നെ എടുക്കേണ്ടത് അടുത്ത സ്റ്റോണിൻ്റെ ഉള്ളിലൂടെയാണ്. 3 ലെയറാണ് നിങ്ങൾ ചുറ്റുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കേണ്ടത് അടുത്ത സ്റ്റോണിൻ്റെ ഉള്ളിലൂടെ. സെയിം നമ്മൾ വീണ്ടും ഒരു 3 ഫസ്റ്റ് എത്ര ചുറ്റിയോ അത്ര തന്നെ അടുത്ത സ്റ്റോണിൻ്റെ ഉള്ളിലൂടെയും ചുറ്റുക. വീണ്ടും കണ്ടോ 3 ലെയർ ചുറ്റുക. വീണ്ടും അടുത്ത സ്റ്റോണിൻ്റെ ഉള്ളിലൂടെ എടുക്കുക.
ഇങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കുക. ലാസ്റ്റ് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ രാത്രിയായ കാരണമാണ് ഇതിൻ്റെ ഇത് മനസ്സിലാവാത്തത്. ഞാൻ ലാസ്റ്റ് വീഡിയോ കാണിക്കുന്നുണ്ട്, അപ്പോൾ അറിയാം അതിൻ്റെ ഭംഗി. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്റ്റോണിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ തന്നെ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എത്ര ലെയർ ചുറ്റുന്നു അതേപോലെ എല്ലാ സ്റ്റോണിൻ്റെ ഉള്ളിലൂടെയും ചുറ്റണം. കാരണം ഒരെണ്ണത്തിൽ 2 പിന്നെ 3 അങ്ങനെയൊന്നും ചുറ്റരുത്, കാരണം അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എത്ര ലെയറാണോ ചുറ്റി കൊടുക്കുന്നത് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവണ വരെ നമ്മൾ അതേപോലെ തന്നെ ചുറ്റി കൊടുക്കുക. ഇതാ കണ്ടോ, ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ദെൻ വീണ്ടും നമ്മൾ അടുത്ത സ്റ്റോണിൻ്റെ ഗ്യാപ്പിലൂടെ. അപ്പോൾ ഈ സ്റ്റോൺ നമ്മൾ ഒട്ടിക്കുമ്പോൾ അടുപ്പിച്ച് വെച്ച് ഒട്ടിക്കരുത്, ആ ഗ്യാപ്പ് ഇട്ട് തന്നെ കുറച്ച് വലിച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴാണ് 2 സ്റ്റോണുകൾക്കിടയിൽ നമുക്ക് ഗ്യാപ്പ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ചിലതിന് നമ്മൾ സ്റ്റോൺ അടുപ്പിച്ച് ഒട്ടിക്കണം എന്ന് പറയാറില്ലേ ഞാൻ, അപ്പോൾ അങ്ങനെ ചെയ്യരുത്. കണ്ടോ, ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഒട്ടിക്കുന്ന ഭാഗമാണ് എൻ്റെ നിന്ന് പോയത്. അപ്പോൾ ഗാലറി ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. ഇനി അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെ പറ്റും. ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ ടൈമും കിട്ടിയിരുന്നില്ലേ, അത് കാരണം വേഗം ചെയ്തതാണ്. അപ്പോൾ അത് വീഡിയോ സേവ് ആയില്ലേന്ന് ഞാൻ നോക്കിയില്ല. ലാസ്റ്റ് വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ ഞാൻ വേഗം നമ്മൾ ചെയ്ത ഹെയർ ബാൻഡ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇത് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ അതാ നമുക്ക് ഫുള്ളായിട്ട് ചുറ്റി വരുമ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടുന്നത്, ബാക്ക് സൈഡൊക്കെ. ഇനി അതിൻ്റെ അറ്റത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കണ്ട ഗ്ലൂ ഒന്ന് വെച്ചിട്ട് ആ തുമ്പ് അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ലാസ്റ്റ് വരുന്ന അവിടെ നമ്മൾ ബാക്കിൽ ഗ്ലൂ കൊടുത്തിട്ട് ആ 2-3 ചുറ്റിലും ആ ഗ്ലൂ അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റത്തെ സ്റ്റോണിൽ ചുറ്റണതിന് മുമ്പായിട്ട് നിങ്ങൾ അടിയിൽ ഗ്ലൂ കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റത്തെ അതുപോലെ ചുറ്റി കൊടുക്കുക. അതാ കണ്ടോ, അത് ഒട്ടി അവിടെ ഇരിക്കും, വിട്ടു പോവേ ഇല്ല. നല്ല ഭംഗിയാണ്. ഇനി ആരി ത്രെഡ് ഇല്ലെങ്കിൽ നമുക്കിത് നമ്മുടെ കമ്പി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ചെറിയ കമ്പി, നമ്മുടെ തിയാരയൊക്കെ ചെയ്യുന്ന പോലത്തെ. അപ്പോൾ അതിൻ്റെ കനം കുറഞ്ഞ് കോപ്പർ വയർ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുന്നത്. നല്ല ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.